ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തൊക്കെയാണ് റോയൽ ഫാൻസിൽ എന്തൊക്കെ മേടിച്ചതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് മേടിച്ച സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ മേടിച്ചതിനേക്കാൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ റോയൽ ഫാൻസിൽ നിന്ന് മേടിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് പോയപ്പോൾ കുറേ കടമൊത്തത്തിൽ ഇഷ്ടപ്പെട്ടതേ കണ്ട ഇത്രയും അധികം സാധനങ്ങളാണ് ഞാൻ ആ കടയിൽ നിന്ന് ഒരു 1-2 മണിക്കൂർ കൊണ്ട് മേടിച്ചെടുത്തത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതായിരുന്നു, ഞാൻ മേടിക്കുമ്പോൾ പൊട്ടൊക്കെ മേടിക്കുമ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാതൊക്കെ മേടിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ പല പൊട്ടുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. കാരണം പൊട്ടിൻ്റെ ഒരു കളക്ഷൻ കമ്പനിയ ശേഖരം തന്നെ എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ ഞാനൊരു കൊല്ലത്തേക്കൊക്കെയാണ്, ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുന്ന വരെ ഉള്ള ഒരു പൊട്ടുകളാണ്, കുറച്ച് ബിന്ദീസ് ഞാൻ മേടിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് മേടിച്ച പൊട്ടുകളാണ് കേട്ടോ. പിന്നെ ഈ പൊട്ട് എന്ന് പറയുന്നത് ഇത് എൻ്റെ മോൾക്ക് ഡാൻസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് 5 രൂപയുള്ളൂ, ജസ്റ്റ് ഒരു 5 രൂപയുള്ളൂ. അതേപോലെ പൊട്ടിനൊക്കെ 23 രൂപ, 25 രൂപ, അത്രയും റേറ്റ് കുറച്ചിട്ടാണ് പൊട്ടൊക്കെ വിൽക്കുന്നത് കേട്ടോ. 23, 28, 10 രൂപയുടെയൊക്കെ പൊട്ടുകളുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പൊട്ട് ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് സംശയിക്കുന്നത്, ഈ ഒരേപോലത്തെ 2 പൊട്ട് മേടിച്ചുല്ലോ എന്നുള്ള നോട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊട്ട് തന്നെ 2 എണ്ണം ഞാൻ മേടിച്ചുല്ലോ എന്ന്. കാരണം എടുക്കണ തിരക്കില്ല, അറിഞ്ഞില്ല, അതുകൊണ്ട് പറ്റിയ ഒരു പറ്റാണ്. പിന്നെ ഒരു ഇൻവിസിബിൾ ചെയിൻ, അതായത് മോൾക്ക് ഓണ സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളുടെ ഡ്രസ്സ് ഗ്രീനാണ്, അപ്പോൾ അവൾക്ക് ഒരു ഇൻവിസിബിൾ ചെയിൻ ഞാൻ മേടിച്ചിട്ടോ, എൻ്റെ കൂടെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതും എനിക്കത് അത്ര ഇഷ്ടമായി. 65 രൂപ അത്രയാണ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ എൻ്റെ ഓണ സെലിബ്രേഷനിൽ എനിക്ക് മേടിച്ച കമ്മൽ കേട്ടോ. എൻ്റെ ലാവൻഡർ ഡ്രസ്സിന് കറക്റ്റ് മാച്ചായിട്ട് തന്നെ കറക്റ്റ് കമ്മൽ കിട്ടിയിട്ടോ. അത് കൂടാതെ ഞാൻ അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ലിപ്സ്റ്റിക്ക്, നല്ല അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഒരു പീച്ച് ഷെയ്ഡാണ് ഞാൻ നോക്കിയത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ്, ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത് ഇട്ട് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മറ്റേ റെഡ് കളറ്, എന്നാൽ നല്ല ഓവറും അല്ല. അപ്പോൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും, പക്ഷേ ഓവറല്ല, നോർമൽ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടിയതാണ് കേട്ടോ. അത് കൂടാതെ കുറേ സാധനങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞതേ ഒരു ഐബ്രോ പെൻസിൽ. എപ്പോൾ നോക്കിയാലും മോൾക്ക് ഡാൻസിന് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ബ്രഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബ്രഷ് നമുക്ക് ഐബ്രോ പെൻസിൽ ഇങ്ങനെ യൂസ് ചെയ്യാമെന്നറിയാം. ഈ ബ്രഷ് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ കാര്യം എന്ന്. ഐബ്രോ പെൻസിലിൻ്റെ ഇടയിൽ എന്തിനാ ബ്രഷ് തന്നതിനെന്ന് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞു ഐബ്രോ പെൻസിൽ, ബ്രഷ് ഞാൻ പറഞ്ഞില്ലേ, ബ്രഷിനിപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പുരികിന് ഇങ്ങനെ വരച്ച് കൊടുത്ത് കറക്റ്റ് ആക്കാനാണോ എന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ ഇതുകൊണ്ട് കുറച്ച് കോപ്പറേറ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ലാവൻഡർ ഡ്രസ്സിന് ലാവൻഡർ കളർ വള. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് വളയ്ക്കാണ്, ബാംഗിൾസിനാണ് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ എന്ന് തോന്നിയത് കേട്ടോ. ബാംഗിൾസിനാണ് അവർ കുറച്ച് റേറ്റ് അധികം ഇട്ടേണേ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ നോർമൽ റേറ്റ് ആണ്. അപ്പോൾ ഞാൻ മേടിച്ച ബാംഗിൾസിനാണ് കുറച്ച് എനിക്ക് റേറ്റ് കൂടുതലായി തോന്നിയത്. വീണ്ടും കുറേ പൊട്ടുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പൊട്ട് കച്ചവടം ഉണ്ടെന്ന്. പൊട്ട് കച്ചവടം അല്ല, കൊല്ലത്തിലൊരിക്കലൊക്കെയാണ് മേടിക്കുക പൊട്ട് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഫാൻസി ഷോപ്പിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ പൊട്ടുകളൊക്കെ മേടിക്കുള്ളൂ കേട്ടോ. അതേപോലെ ഗ്രീൻ കളർ വള, അവൾക്ക് മാച്ചിന് ഗ്രീൻ കളർ വള. ഈ വളയൊന്നും അവൾ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ അവളെ കൈ വിട്ട് പോയി എന്ന് പറയാം. അവളെ ഞാനൊരു മൂലയ്ക്ക് നിർത്തിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ പോയി എടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഡ്രസ്സിന് എൻ്റെ ഗോൾഡൻ കളർ ഡ്രസ്സാണ്, ഗോൾഡൻ കളർ ചുരിദാറിന് മാച്ചിന് ഗോൾഡൻ കളർ വള 2 എണ്ണം ഞാൻ മേടിച്ചു കേട്ടോ. ഇതൊക്കെ 50 രൂപ എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് 2 എണ്ണത്തിനും കൂടിയിട്ട് 50 ആണെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിന് 25 രൂപയായിരിക്കും മിക്കതും റേറ്റ്. പിന്നെ ചില വളകൾക്കൊക്കെ 25 രൂപ എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇത് എഴുതിയിട്ടുണ്ട്. ഇനി കുപ്പിവള എനിക്ക് അടുത്തൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ കുപ്പിവള ഗ്രീൻ കളർ വള ഞാൻ മേടിച്ചത് കേട്ടോ. വള ഓൾറെഡി ഉണ്ട്, എന്നാലും പോരല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്രീൻ കളർ വള മേടിച്ചത്. അത് കഴിഞ്ഞതേ ഞാൻ എൻ്റെ ഈ കമ്മലിൻ്റെ അവിടെ ഒരു ബ്ലൂ ഡോട്ട് വരുന്നുണ്ട്. പിന്നെ വൈറ്റ് സ്റ്റോൺ തന്നെയാണ്, വൈറ്റ് മുത്ത് തന്നെയാണ് താഴേക്ക് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞു അടുത്ത പ്രോഡക്റ്റ് എൻ്റെ ഒരു പച്ച കളർ ജിമിക്ക. എനിക്ക് ജിമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ കളർ നോക്കിയിട്ടും കിട്ടിയില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഗ്രീൻ കളറാണ്. അപ്പോൾ എനിക്ക് ഗ്രീൻ കളർ ഡ്രസ്സില്ലേ, പക്ഷേ ഞാൻ ഗ്രീൻ കളർ ജിമിക്ക മേടിച്ച് കൂട്ടുന്നുണ്ട്. പിന്നെ ഒരു പിങ്ക് കളർ വള എനിക്ക് മോൾക്ക് മാച്ചിങ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ 2 ആളിലും, എൻ്റെ റാണി പിങ്കും അവൾക്ക് പിങ്ക് കളർ പട്ടുപാവാടയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പിങ്ക് പട്ടുപാവാടയ്ക്ക് മാച്ചിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ ഒരു പെയർ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ ഇതൊന്നും ചെറിയ ആൾ കണ്ടിട്ടില്ല, ചെറിയ ആൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മൂത്ത ആളെയും കൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞു അടുത്തത് എനിക്കൊരു പീച്ച് കളർ. ഇതിൻ്റെ ഉള്ളിൽ എത്ര കളറാണ് എത്രയാണെന്ന് എനിക്കറിയില്ല.
ഒരു കനകാംബര കളറാണ് ഞാൻ എടുത്തത് കേട്ടോ. അതെൻ്റെ ഈ ഒരു കളർ ചുരിദാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചുരിദാറിന് മാച്ചിന് ഒരു വള മേടിച്ചു. അത് കൂടാതെ ലാവൻഡർ കളർ എൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് എൻ്റെ എന്താ പറയുക ധാവണിക്ക് മാച്ചിന് ഒരു നെയിൽ പോളിഷും, ഇതും എൻ്റെ ഒരു റാണി പിങ്ക് കളറ് ഒരു നെയിൽ പോളിഷും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ രണ്ടും ഡ്രസ്സിന് മാച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ വീണ്ടും കുറേ പൊട്ട് കളക്ഷൻസാണ്. പൊട്ട് എത്രയും എടുത്തിട്ടും തീരുന്നില്ല. അപ്പോൾ ഞാനിപ്പോഴാണ് അറിയുന്നത് ഈശ്വര എത്രയധികം പൊട്ട് ഞാൻ വാരിക്കൂട്ടിയാണ്ടോ ഈശ്വര എന്ന്. അത് കൂടാതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു മാലയാണ് കേട്ടോ. നല്ല അടിപൊളി മാല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോൾക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ട് അധികം റേറ്റുമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനും മോളും കൂടി മേടിച്ചതാണ് കേട്ടോ. 160 രൂപയാണ് ഈ മാലയ്ക്ക് റേറ്റ്. ഓൺലൈനിലും നമുക്ക് ഈ റേറ്റിന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ 150 രൂപയാണ് ഈ പാലക്കയുടെ വില കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയറും സാരിക്കും എന്തിനായാലും അത് ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 മാലയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുണ്ട്, അടിപൊളി റേറ്റിന്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ റോയൽ ഫാൻസിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ കട എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഇതേ കണ്ടില്ലേ നല്ല അടിപൊളി ഗോൾഡൻ വർക്ക് വരുന്ന ഈ മാല എനിക്ക് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മാലയാണ്. നമുക്ക് സാരിക്കൊക്കെ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ഓക്കെ ബൈ.